എല്ലാവർക്കും ഫൈവ് ഇൻഡെക്സിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 3 ഇക്വേഷൻ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ 3 ഇക്വേഷനും ഒപ്പം തന്നെ ഡിസ്റ്റൻസ് കാണാനുള്ള x1y1 തൊട്ടിട്ട് x2y2 വരെ ആ ഒരു ഇക്വേഷനും കൂടി ചേർത്തിട്ട് 4 ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ 7ാമത്തെ പാഠമായിട്ടുള്ള സൂചക സംഖ്യകൾ അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പാഠം പഠിക്കാനായിട്ട് പോണേ. അതിൽ ഫസ്റ്റ് എഴുതിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇൻ എക്സ് ആക്സിസ് y കോർഡിനേറ്റ്സ് ആർ 0. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസ് നോക്കുന്ന സമയത്ത് ഈ എക്സ് ആക്സിസിൽ എല്ലാ y കോർഡിനേറ്റുകളും 0 0 0 ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഒറിജിൻ അല്ലെങ്കിൽ ആധാരബിന്ദു എപ്പോഴും 0 0 ആയിരിക്കും. ആധാരബിന്ദു ഇടത്തോട്ട് പോകുന്തോറും നെഗറ്റീവ് വിലകളായിരിക്കും. അതായത് -1 -2 -3. ആധാരബിന്ദുവിന് വലത്തോട്ട് റൈറ്റ് സൈഡിലേക്ക് പോകുന്തോറും 1 2 3 4 ആ സംഖ്യകൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. തൊട്ടടുത്ത കാര്യം ഇതേ കാര്യം തന്നെ എക്സ് അക്ഷത്തിലെ y സൂചക സംഖ്യ 0 ആയിരിക്കും. അടുത്ത ഇതിന്റെ നേരെ തിരിച്ചുള്ള ഒരു കാര്യം, ഇൻ y ആക്സിസ് x കോർഡിനേറ്റ്സ് ആർ 0. y അക്ഷത്തിലെ x സൂചക സംഖ്യകളെല്ലാം 0 ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം വെച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഇവിടെ എല്ലാവിടെയും x സൂചക സംഖ്യകൾ 0 ആയിട്ടാണ് കിടക്കുന്നത്. അതേ സ്ഥാനത്ത് ഇവിടെ ഒറിജിൻ ആധാരബിന്ദു 0 0, മുകളിലോട്ട് പോകുന്നവരും 1 2 3 അങ്ങനെ ആ സംഖ്യകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. താഴത്തോട്ട് പോകുന്നതോറും -1 -2 -3 അങ്ങനെ y സൂചക സംഖ്യകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y അക്ഷത്തിലെ x സൂചക സംഖ്യകൾ 0 ആയിരിക്കും. അടുത്ത മൂന്നാമത്തെ ഒരു കാര്യം എഴുതിയേക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എ ലൈൻ ഇൻ വിച്ച് പാരലൽ ടു എക്സ് ആക്സിസ് y കോർഡിനേറ്റ്സ് ആർ ഈക്വൽ. എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ട് വരയ്ക്കുന്ന ഏതൊരു വരയിലെയും y സൂചക സംഖ്യകൾ എപ്പോഴും തുല്യമായിരിക്കും. നമ്മൾ ഈ താഴത്ത് വരച്ച ഒരു കാര്യം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം അത് കാര്യം പിടികിട്ടും. നമ്മൾ താഴത്ത് എക്സ് അക്ഷം വരച്ചു വെച്ചിട്ടുണ്ട്. എക്സ് അക്ഷം വരച്ചു, അതിന് തൊട്ട് മുകളിലായിട്ട് ആ എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ട് ഒരു വര വരച്ചു. ഇവിടെ 0 0 ആണ്. അതിന് തൊട്ട് മുകളിലായിട്ട് y അക്ഷത്തിലെ എക്സ് സൂചക സംഖ്യകൾ 0 ആയിരിക്കും നമ്മൾ പഠിച്ചു. അപ്പൊ അതുകൊണ്ട് 0 വരും. ഇവിടുന്ന് മുകളിലോട്ട് 1 യൂണിറ്റ് ആണ് നീങ്ങിക്കുന്നത്. അതുകൊണ്ട് 0,1 വരും. ഈ സൂചക സംഖ്യകളെല്ലാം നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ y കോർഡിനേറ്റ് അല്ലെങ്കിൽ y സൂചക സംഖ്യ 1 1 1 1 എന്ന് കാണാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ പഠിച്ച ആ ഒരു കൺസെപ്റ്റിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. അവിടെ എന്താ എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ട് വരയ്ക്കുന്ന വരയിലെ y സൂചക സംഖ്യകളെല്ലാം തുല്യമായിരിക്കും. നമുക്ക് ഇനി ഈ പാഠവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഒരേ ഒരു പോയിന്റ് തന്നിട്ടുള്ളൂ, ബാക്കിയുള്ള പോയിന്റുകളെല്ലാം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വരച്ചിരിക്കുന്നത് എക്സ് ആക്സിസ് ആണ് അല്ലെങ്കിൽ എക്സ് അക്ഷമാണ്. ഈ വരച്ചിരിക്കുന്നത് y അക്ഷം. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു പോയിന്റ് നമുക്ക് ഉറപ്പായിട്ടും പറയാം, എക്സ് അക്ഷത്തിലെ y സൂചക സംഖ്യ 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ y സൂചക സംഖ്യ 0 ആയിരിക്കും. ഇവിടെ ഒറിജിൻ ആയതുകൊണ്ട് തന്നെ അവിടെ 0 0 ആയിരിക്കും. നമ്മൾ ഇതിനു മുന്നേ പഠിച്ചു. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു y അക്ഷത്തിന് സമാന്തരമായിട്ട് വരയ്ക്കുന്ന വരയിലെ x സൂചക സംഖ്യകളെല്ലാം തുല്യമായിരിക്കും. അല്ലെങ്കിൽ എ ലൈൻ ഇൻ വിച്ച് പാരലൽ ടു y ആക്സിസ് x കോർഡിനേറ്റ്സ് ആർ ഈക്വൽ. അപ്പൊ ഇവിടെ 4 ആണെന്നുണ്ടെങ്കിൽ ഈ താഴത്തും 4 തന്നെ വരും. അതേപോലെ ഇത് x ആക്സിസ് ആണ്. ഈ വര x ആക്സിസിന് പാരലൽ ആയിട്ട് വരച്ച വരയാണ്. x ആക്സിസിന് പാരലൽ ആയിട്ട് അല്ലെങ്കിൽ x അക്ഷത്തിന് സമാന്തരമായിട്ട് വരയ്ക്കുന്ന വരയിലെ y സൂചക സംഖ്യകൾ തുല്യമായിരിക്കും. ഇവിടെ 3 ആയതുകൊണ്ട് ഇവിടെ y സൂചക സംഖ്യ 3 ആയതുകൊണ്ട് ഇവിടെയും y സൂചക സംഖ്യ 3 തന്നെ വരും. ഈ വരച്ചിരിക്കുന്നത് x അക്ഷം അല്ലെങ്കിൽ y ആക്സിസ് ആയതുകൊണ്ട് y അക്ഷത്തിലെ x സൂചക സംഖ്യകൾ 0 ആയിരിക്കും. അതായത് നമുക്ക് 4 പോയിന്റുകൾ കിട്ടി. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 മൂലകൾ നമുക്ക് തന്നിട്ടുണ്ട്, 2 വെർട്ടെക്സുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കിയുള്ള പോയിന്റുകളെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം ഇത് എക്സ് ആക്സിസിന് പാരലൽ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ ഇത് y അക്ഷത്തിന് പാരലൽ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ട് വരയ്ക്കുന്ന അല്ലെ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനിലെ എല്ലാ y കോർഡിനേറ്റുകളും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ -4 ആയ കാരണം നമുക്ക് ഇവിടെ എന്ത് തന്നെ എഴുതാം, -4 എന്ന് തന്നെ എഴുതാം.
ഇത് y അക്ഷത്തിന് സമാന്തരമായിട്ട് വരച്ച വരയാണ്. അതുകൊണ്ട് അതിലെ x സൂചക സംഖ്യകൾ അല്ലെങ്കിൽ x കോർഡിനേറ്റുകൾ ഈക്വൽ ആയിരിക്കും. ഇവിടെ -1 ആയ കാരണം ഇവിടെ -1 തന്നെ വരും. പിന്നെ അതുപോലെ നമുക്കറിയാം x അക്ഷത്തിന് സമാന്തരമായിട്ട് വരയ്ക്കുന്ന വരയിലെ y സൂചക സംഖ്യകൾ തുല്യമായിരിക്കും. ഇവിടെ -2 ആയ കാരണം ഇവിടെ നമുക്ക് എന്ത് തന്നെ പറയാം, -2 തന്നെ പറയാം. y അക്ഷത്തിന് അല്ലെങ്കിൽ y ആക്സിസിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന ലൈനിലെ x സൂചക സംഖ്യ ഈക്വൽ ആയിരിക്കും. ഇവിടെ 2 ആയ കാരണം അതേ 2 തന്നെയായിരിക്കും ഇവിടെ വരും. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് 6, 2 അതുപോലെ 5, 4 എന്ന് പറഞ്ഞിട്ടുള്ള 2 പോയിന്റുകൾ തന്നു. നമ്മളോട് ചോദിച്ചു ഇതില് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ റെക്റ്റാങ്കിളിൽ ഈ പോയിന്റുകൾ ഏത് വശത്തായിരിക്കും എന്ന് ചോദിച്ചു. നമുക്ക് ഗ്രാഫ് വരച്ചു നോക്കാം. വെറുതെ ഗ്രാഫ് വരച്ചപ്പോ ഇവിടെ 0, 0 വരും, 1, 0 വരും, 2, 0 വരും, അങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇനി മുകളിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ 0, 1 എന്ന് വരും, 0, 2 എന്ന് വരും, 0, 3 എന്ന് വരും. ആ ഗ്രാഫ് അങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ 6 ഉണ്ട്, 5 ഉണ്ട്. നമുക്ക് ഇടതുവശത്ത് 5 ആയിരിക്കും വരിക, 6 ആയിരിക്കും വരിക എന്ന് ആലോചിക്കാം. ഞാൻ ഇവിടെ നോക്കി പോണ സമയത്ത് 1, 2, 3, 4 5 ആണ് ആദ്യം വരുന്നത്. അപ്പൊ 5 ആയിരിക്കും ഇടതുവശത്ത് വരിക. അപ്പൊ അതുകൊണ്ട് നമുക്ക് 5ന്റെ താഴെ ലെഫ്റ്റ് എഴുതി വെക്കാം. അപ്പൊ 6 സ്വാഭാവികമായിട്ട് എവിടെ ആയിരിക്കും, റൈറ്റ് ആയിരിക്കും. 6ന്റെ താഴെ ഞാൻ റൈറ്റ് എഴുതി വെച്ചു. ഇനി മുകളിലേക്ക് പോകും തോറും നമുക്ക് നോക്കാം, താഴത്ത് ഡൗൺ ആരായിരിക്കും, അപ്പ് ആരായിരിക്കും. ആദ്യം വരുന്ന നമ്പർ 2. അപ്പൊ സ്വാഭാവികമായിട്ട് 2 ആയിരിക്കും ഡൗൺ വരിക. അപ്പൊ 2ന്റെ താഴെ ഡൗൺ എന്ന് എഴുതി. ഇനി മുകളിലേക്ക് പോകും തോറും 3, 4 അടുത്തത് 4 ആയിരിക്കും വരിക. അപ്പൊ 4 ആയിരിക്കും മുകളിൽ വരിക, 4 ആയിരിക്കും അപ്പൊ അപ്പ് വരിക. അപ്പൊ ഞാൻ ഇവിടെ 4ന്റെ താഴെ അപ്പ് എന്ന് എഴുതി. ഞാൻ ഇവിടെ റെക്റ്റാങ്കിൾ വരച്ചു. റെക്റ്റാങ്കിൾ വരച്ചതിന് ശേഷം ലെഫ്റ്റ് അപ്പ്, അതായത് ലെഫ്റ്റ് അപ്പ്. അപ്പൊ ഇവിടെ ആയിരിക്കും 5, 4 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് വരിക. റൈറ്റ് ഡൗൺ. അപ്പൊ ഇവിടെ ആയിരിക്കും 6, 2 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് വരിക.